കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്തിനാണ് താനിപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ ചത്തൊന്നറിയാനാണോ ദുഷ്ട? ശ്രീ മിണ്ടരുത്. താനിപ്പോൾ തന്നെ പൊക്കോളെ ഇവിടുന്ന്. എനിക്ക് നിങ്ങളെ കാണണ്ട. വെറുപ്പാ നിങ്ങളെ. പൊക്കോ, പോവാൻ. എന്തിനാ ഇപ്പൊ വന്നേ? ഇത്രയും ദിവസം തിരിഞ്ഞ് നോക്കിയോ നിങ്ങൾ? പോയിക്കോ, എനിക്ക് നിങ്ങളെ കാണണ്ട. അവളവൻ്റെ നെഞ്ചിൽ തന്റെ ദേഷ്യം തീരുവോളം തല്ലി ഓരോന്ന് പദം പറഞ്ഞ് കരഞ്ഞു. ശിവ ഒന്നും പറയാതെ അവൾ ചെയ്യുന്നതും പറയുന്നതും കേട്ടു നിന്നു. കാരണം അവനറിയാമായിരുന്നു അവൾ പറയുന്നത് കേൾക്കാൻ തന്നെ അർഹനാണ്. ശ്രീ, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, കാരണം ഞാൻ അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ശിവ പറയുന്നത് കേട്ടതും ശ്രീ അവനെ നോക്കി പുച്ഛിച്ചു. പെട്ടെന്ന് ആരോ ഡോറിൽ തട്ടിയത് ശ്രീ ഞെട്ടി ഒരു കൂസലില്ലാതെ നിൽക്കുന്ന ശിവയെ നോക്കി. ഇങ്ങനെ പന പോലെ നിൽക്കാതെ അങ്ങോട്ട് മാറി നിൽക്ക്. ഞാനെന്തിനു മാറണം? പിന്നെ പാതിരാത്രി ആരും കാണാതെ മുറി കയറി വന്നതും പോരാ, വാച കടിക്കുന്നോ? മാറങ്ങോട്ട്. അത് ഞാൻ വല്ലവിടെയും മുറിയിലോ നല്ലൊരു കയറി വന്നത്. മിണ്ടാതെ അവിടെ നിൽക്ക്. അത് പറഞ്ഞ് ശ്രീ ശിവയെ ബാൽക്കണിയിൽ കൊണ്ടുപോയി നിർത്തി വാതിൽ തുറന്നു. നീ എന്താ ഇത്രയും നേരമായിട്ട് വാതിൽ തുറക്കാഞ്ഞത്? ശ്രീക്ക് തനിയെ കിടക്കാൻ പേടിയായത് കൊണ്ട് കൂട്ടുകിടക്കാൻ വന്നതായിരുന്നു ശരി. വാതിൽ തുറന്നതിന് ശേഷമുള്ള ശ്രീയുടെ പരിങ്ങുള്ള നൃത്തം കണ്ടതും അവൾ സംശയത്തോടെ ചോദിച്ചു. അത് ഞാൻ ബാത്റൂമിലായിരുന്നു. നീ എങ്ങോട്ടാ? ഞാൻ കിടക്കാൻ. അത് പിന്നെ നമുക്കിന്ന് നിന്റെ മുറിയിൽ കിടക്കാം. നീ പൊക്കോ, ഞാനിപ്പോൾ വരാം. അത് പറഞ്ഞ് ശ്രീ വേഗം വാതിലടച്ച് ലോക്ക് ചെയ്ത് കലിപ്പിൽ ശിവയുടെ അടുത്തേക്ക് പോയി. നിങ്ങൾ എന്തിനാ വന്നേ? ഇനി ആരെങ്കിലും കാണുന്ന മുമ്പ് ഒന്ന് പോയി തരുമോ? ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്കില്ല, പക്ഷെ എനിക്കുണ്ട്. നാളല്ലോ നിങ്ങൾക്ക് പാതിരാത്രി കുടിച്ച് പൂസായി ഒരു അന്യ പെൺകുട്ടിയുടെ റൂമിൽ വരാൻ. അന്യ പെൺകുട്ടിയോ? ആര്? നീയോ? അല്ല, നിങ്ങളുടെ. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതെ പോകുന്നുണ്ടോ? ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ പോകാൻ എനിക്കറിയാം. പിന്നെ ഞാനിവിടെ വന്നത് ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എല്ലാവർക്കും അറിയാം ഞാൻ നിന്റെ ആരാണെന്ന്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും. ബന്ധോ? എന്ത് ബന്ധം? ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നൊരു ബന്ധം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയതോടെ അവസാനിച്ചു. അല്ല, നിങ്ങൾ തന്നെ അവസാനിപ്പിച്ചു. ഓരോ പെണ്ണും ജീവന്റെ വില കൊടുത്തുകൊണ്ട് നടക്കുന്നതാ അവളുടെ താലി. അതാ നിങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്തത്. അതോടുകൂടി തീർന്നുവെല്ലാം. പിന്നെ എന്തിന്റെ പേരില ഇങ്ങോട്ട് വന്നത്? സ്ത്രീയിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും ശിവയുടെ ഉള്ളിലെ തുളഞ്ഞുകയും താൻ ചെയ്ത് തെറ്റാണെന്ന ബോധത്തിൽ അവൻ മിണ്ടാതെ തലകുനിച്ചു. എന്നെ കാണുന്നതിന്റെ വെറുപ്പല്ലേ നിങ്ങൾക്ക്? ഇനി നിങ്ങളുടെ കൺമുന്നിൽ കണ്ടുപോകുന്നതല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ വന്നത്? ഒക്കെ നിങ്ങളായിട്ട് തന്നെ അവസാനിപ്പിച്ചതല്ലേ? ഞാൻ പോവാം. അതിനു മുമ്പ് എനിക്കെല്ലാം അറിയണം. അത് നീ തന്നെ പറയണം. അത് കേൾക്കാതെ ഞാൻ പോകില്ല. ഇല്ല, ഞാൻ പറയില്ല. എനിക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ കാല് വരെ പിടിക്കാൻ വന്നതാ. പക്ഷെ നിങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല. പിന്നെ ഇപ്പം എന്തിനു ഞാൻ പറയണം? ഇപ്പം എനിക്ക് പറയാൻ സൗകര്യമില്ല. ശ്രീ, ഞാൻ പറഞ്ഞല്ലോ എനിക്കെല്ലാം അറിയണം. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അന്ന് വീട്ടിലുണ്ടായ പ്രസിദ്ധിൻ്റെയൊക്കെ സത്യാവസ്ഥ എനിക്ക് പറയാനാവില്ല. ദയവ് ചെയ്ത് ഇതും പറഞ്ഞ് എന്നെ കാണാൻ വരരുത്. എനിക്ക് നിങ്ങളെ കാണണ്ട. നിങ്ങളെ കാണുന്നതിനെ വെറുപ്പാ എനിക്ക്. എനിക്കിത് നിങ്ങളെ വേണ്ട, ഇഷ്ടമല്ല. പോയിക്കോ, കാണണ്ട നിങ്ങളെ. നിങ്ങൾക്കൊരു ശല്യമായി ഞാൻ വരുന്നില്ലല്ലോ. അപ്പൊ എനിക്കൊരു ശല്യമായി നിങ്ങളും വരരുത്. നിങ്ങളെന്ന അധ്യായം മറക്കാൻ ശ്രമിക്കാൻ ഞാൻ. അത്രയും പറഞ്ഞ് ശ്രീ അവനെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ ബാത്റൂമിലേക്ക് പോയി വാതിലടിച്ചു. അതുവരെ അടക്കി നിൽക്കിയ സങ്കടമെല്ലാം പൊട്ടിക്കരച്ചിലോടെ കരഞ്ഞു തീർത്തു. അടഞ്ഞ ബാത്റൂം ഡോറിലേക്കൊന്ന് നോക്കി ശിവ വന്ന വഴി തന്നെ പുറത്തേക്ക് പോയി. ഓ, വരുന്നുണ്ട്, ഭാഗ്യം. മതിൽ ചാടി വരുന്ന ശിവയെ നോക്കി കാറിൽ ചാടി നിന്നിരുന്ന അരുൺ ഷാദിയോട് പറഞ്ഞു. അല്ലടാ, ഇതവന്റെ അമ്മ വീടല്ലേ? പോരാത്തിനിപ്പോ ഭാര്യ വീടും. പിന്നെ എന്തിനാ മതിൽ ചാടി പോകുന്നത്? എടപ്പോട്ടിനരുണേ, ഇവരെത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ? ആ നീരസൊക്കെ അവിടെ ഉള്ളവർക്ക് ഉണ്ടാവില്ലേ? പോരാതിന് പാതിരാത്രി കുടിച്ച് അവിടെ കയറി ചെല്ലുന്നത് മോശമല്ലേ? അതുമല്ല, ഇതൊക്കെ അവന്റെ അമ്മ അറിഞ്ഞാ അവനെ വീട്ടിൽ കയറ്റൂ. ഓ, ഞാൻ ആ വഴിക്ക് ചിന്തിച്ചില്ല. ഇവന്റെ കൂടെ നമ്മളുണ്ടെന്ന് അറിഞ്ഞാ ആന്റി എങ്ങനെ പ്രതികരിക്കുന്നത് പറയാൻ പറ്റില്ല. എന്താടാ, പോയ പോലെയല്ലോ വരവ്. എന്തു പറ്റി? വയറുനിര കിട്ടിയോ? ഒന്നും മിണ്ടാ നിൽക്കരുതേ. ശിവ, നീ അവളെ കണ്ടോ? കണ്ടടാ, അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്. അവൾക്ക് ഞാൻ ശല്യമാകരുതെന്ന്. എന്നെ മറക്കാൻ ശ്രമിക്കാണ് അവളെന്ന്. ഓക്കെ ചെയ്ത് കുടുംബം ആലോചിക്കണമായിരുന്നു. എല്ലാം നീയായിട്ട് വരുത്തി വെച്ചതല്ലേ. അതുകൊണ്ട് ഇനി വരുന്നതൊക്കെ വരുന്നതെച്ച് കാണാം. നീ വന്ന് വണ്ടി കയറി. അത് പറഞ്ഞ അരുൺ ശിവയുടെ മുഖത്തേക്ക് നോക്കിയതും അവന്റെ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ അവന് സങ്കടമായി. ശ്രീയോട് അങ്ങനെയൊക്കെ ചെയ്തതിന് അരുണ് ശിവനോട് നേരിയ തോതിൽ നീരസുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ കോലം കണ്ടതും അതൊക്കെ അവനിൽ നിന്നും മാഞ്ഞുപോയിരുന്നു. ഓട്ടെ, സാരല്ല, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവൂടാ. അരുണും ഷാദിയും കൂടി അവനെ സമാധാനിപ്പിച്ച് വണ്ടിയിൽ കയറ്റി. നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? കാറിൽ കയറിയത് കുറച്ച് കഴിഞ്ഞ് ശിവ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഷാദിയെ നോക്കി ചോദിച്ചു. നിന്റെ വീട്ടിലേക്ക് ടൈം ഒരുപാടായില്ലേ? വേണ്ട,
നീ വണ്ടി ഏതെങ്കിലും ബാറിലേക്ക് വിട്. വേണ്ട ശിവ, നീ വീട്ടിൽ പോ, ഇന്നത്തേക്കുള്ളത് ആയിന്ന്. പോണ്ട മോനെ, നിന്റെ ചെലവിലൊന്നല്ലല്ലോ ഞാൻ കുടിക്കുന്നത്. ഷാദി, നീ എന്നെ ഇവിടെ ഇറക്കിയാൽ മതി, എനിക്കിന്ന് ബോധം പോകുവോളം കുടിക്കണം. അരുൺ പറഞ്ഞത് കേട്ട് ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമെന്ന് മനസ്സിലായതും ഷാദി കാറ് അടുത്തുള്ള ബാർ ലക്ഷ്യം വെച്ച് ഓടിച്ചു. തൻ്റെ ഉള്ളിലെ സങ്കടമെല്ലാം പൊട്ടിക്കരഞ്ഞു തീർത്ത് അവൾ മുഖം കഴുകി പുറത്തേക്ക് വന്നു. ശിവയെ കാണാതെ ആയപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അവൻ പോയിരുന്നു. തൻ്റെ മനസ്സിലുള്ളതെല്ലാം പുറത്തു വന്നപ്പോൾ അവൾക്ക് പകുതി ആശ്വാസമായിരുന്നു. ഒന്ന് ദീർഘശ്വാസം വിട്ട് അവൾ പോയി ബാൽക്കണി ഡോർ ക്ലോസ് ചെയ്ത് ഷീതുവിൻ്റെ മുറിയിലേക്ക് പോയി. നീ ഉറങ്ങിയോ? ശ്രീ വിൻഡോ വഴി പുറത്തേക്ക് നിലാവിലേക്ക് നോക്കി കിടക്കുന്ന ഷീതുവിനെ നോക്കി അവളുടെ അടുത്തേക്ക് കയറി കിടന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല. അത് പറഞ്ഞ് ഷീതു അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. നിന്റെ ശിവേട്ടൻ പോയോ ശ്രീ? ആ പോയി. നീ എങ്ങനെ? എൻ്റെ ശ്രീ, നിന്നെ ഞാൻ കുറേ ആയില്ല കാണാൻ തുടങ്ങിയിട്ട്. നിന്റെ കോഴി മുട്ടിടാൻ പോയുള്ള ഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഓടി. അല്ല, നീ എന്തിനെ കരഞ്ഞേ? അവൾ ശ്രീയുടെ മുഖത്തേക്ക് തന്നെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, കള്ളം. പിന്നെ സങ്കടം വന്നപ്പോൾ കണ്ണിന് വെള്ളം വന്നു, അത്രേ ഉള്ളൂ. വല്ലാത്ത ജാതി. അതൊക്കെ പോട്ടെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നോ? ഇല്ല. അതെന്തേ? എന്നെ കുറെ വേദനിപ്പിച്ചതല്ലേ, അപ്പൊ അങ്ങനെ കുറച്ച് വേദനിക്കട്ടെ. അത് പറഞ്ഞ് ശ്രീ എല്ലാം ഷീരുവിനോട് പറഞ്ഞു. അങ്ങനെ വേണ്ടിയിരുന്നില്ല, നീ ശിവേട്ടന്റെ ഭാഗത്തു നിന്നും ചിന്തിച്ച് നോക്ക്. ഷീതു പറഞ്ഞത് കേട്ട് ശ്രീ ഒന്നും മിണ്ടാതെ കിടന്നു. ഡീ ഷീതു, നീ ഉറങ്ങിയോ? ശ്രീ അവളെ തോണ്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. എന്തേ? അതില്ലടി, നിനക്കെൻ്റെ ഏടിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്തിനാണിപ്പോ? ശ്രീയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. വെറുതെ നീ പറ, ഈ പാതിരാത്രി എൻ്റെ അഭിപ്രായം കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോവാ? നീ പറയുന്നുണ്ടോ? നിന്റെ ഏടിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല. അവൾ കണ്ണടച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. അപ്പൊ നിനക്ക് എൻ്റെ ഉണ്ണിയേട്ടനെ ഇഷ്ടമാണല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എടി, നിനക്ക് എൻ്റെ ഏട്ടനെ കെട്ടിക്കൂടെ? അയ്യോ, എനിക്ക് കെട്ടണ്ടേ. അതെന്തടി എൻ്റെ ഏട്ടന് കുഴപ്പം? നല്ല ഗ്ലാമറില്ലേ, ജോലിയില്ലേ, പിന്നെന്താ? എൻ്റെ ശ്രീ, അത് ശരിയാവില്ല. നിന്റെ ഏട്ടൻ എന്നെ കണ്ട സാത്താൻ കുറിച്ചുകൊണ്ട് ഭാവമാണ്. അപ്പൊ ഏട്ടന് നിന്നോടുള്ള ബിഹേവിയർ മാറിയ നിനക്ക് സമ്മതാണോ? എൻ്റെ ശ്രീ, നിനക്ക് ഇപ്പൊ തന്നെ ആവശ്യത്തിന് എടുക്കാൻ പ്രശ്നങ്ങളുണ്ട്. നീ ആദ്യം തീർക്ക്. ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോളാം. ഷേതു പറഞ്ഞത് കേട്ട് ശ്രീ പിന്നെ ഒന്നും മിണ്ടാതെ കിടന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇതിൻ്റെ ഇടയിൽ ശിവ അവളെ കാണാൻ വന്നില്ല. പകരം കോൾ ചെയ്യെങ്കിലും ശ്രീ മനഃപൂർവ്വം എടുക്കാറില്ലായിരുന്നു. അതോടുകൂടി പിന്നെ ശിവയുടെ കോളും അവളെ തേടി വരുന്നത് നിന്നിരുന്നു. എന്തിനാച്ചാ വിളിച്ചേ? ശ്രീദാസന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. അത് ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ മുഖം എന്താ പാടിയിരിക്കുന്നത്? നിനക്ക് വയ്യേ? ഒന്നുമില്ല അച്ചോ, 2 ദിവസമായിട്ടൊരു ക്ഷീണം, അതിൻ്റെയാ. അല്ലച്ചാ, എന്തിനാ വിളിച്ചേ? ഞാൻ ശിവയോട് സംസാരിച്ചു. അവൻ ഡിവോഴ്സിന് സമ്മതാണ്. നിന്റെ ജീവിതത്തിൽ ഇനിയൊരു വിലങ്ങതടിയായിട്ട് അവൻ വരില്ലെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ദാസൻ പറഞ്ഞ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് അവളിന് പതിച്ചത്. ഒരിക്കലും ശിവ ഡിവോഴ്സിന് സമ്മതിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അവനിതിന് സമ്മതിച്ചത് അന്നത്തെ തൻ്റെ വാക്കുകൾ കേട്ടിട്ടാണെന്ന് ശ്രീക്ക് അറിയാമായിരുന്നു. സത്യാണ് അച്ചോ? ഞാനെന്തിനു നിന്നോട് കള്ളം പറയണം? ഇനി നിന്റെ സൈന് കൂടി വേണം. ദാസൻ ഡിവോഴ്സ് പേപ്പർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ശ്രീ നിറഞ്ഞ കണ്ണുകളാലൊന്ന് നോക്കി വിറക്കുന്ന കൈകളാൽ അയാൾ നീട്ടിയ പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അച്ഛനൊന്നും നോക്കുകൂടി ചെയ്യാതെ ഇന്നെ നെഞ്ച് പൊട്ടുന്ന വേദന ഉള്ളിലൊതുക്കി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് റൂമിലേക്ക് നടക്കാനാഞ്ഞതും തലക്കകത്തെ പെരുപ്പ് തോന്നി അവൾ തലയിൽ അമർത്തി പിടിച്ചു. കണ്ണിലിട്ട് കയറി അവളുടെ ശരീരം ഒരു തൂവൽ കണക്കെ ബോധം പറഞ്ഞ് താഴേക്ക് പതിച്ചിരുന്നു. ഓഫീസിലൊരു ന്യൂ പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗിൽ ഇരിക്കുമ്പോഴാണ് ശിവയുടെ ഫോൺ റിങ് ചെയ്തത്. ആദ്യം കോൾ എടുത്തില്ലെങ്കിലും ദാസന്റെ നമ്പർ കണ്ടതും ശിവ സംശയത്തോടെ കോൾ എടുത്തു. മറുതലക്കിൽ നിന്നും പറയുന്നത് കേട്ടതും അവൻ ഉടൻ തന്നെ കാറും എടുത്ത് അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് പാഞ്ഞു. ഹോസ്പിറ്റലിലെത്തിയതും ശിവ കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിൽക്കുന്ന ദാസനെയും ജാനകിയെയും ഉണ്ണിയെയും കണ്ട് അവളുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു. എന്താ സ്ത്രീക്ക് പറ്റിയത്? അറിയില്ല, പെട്ടെന്ന് തല മിന്നി വീണു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്ന അതെല്ലാവരും ടെൻഷനോട് അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞതും കാഷ്വാലിറ്റിയുടെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. ഡോക്ടർ, ശ്രീക്ക് ഇപ്പം എങ്ങനെയുണ്ട്? നിങ്ങൾ ആ കുട്ടിയുടെ ആരാ? ഞാൻ ശ്രീയുടെ ഹസ്ബൻഡാണ്. ഡോണ്ട് വെറി മാൻ, ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. യു ആർ ഗോയിങ് ടു ബിക്കം എ ഫാദർ. വാട്ട്? ശിവ ഡോക്ടർ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ ചോദിച്ചു. അവനെ ഞെട്ടിയുള്ള ചോദ്യം കേട്ടതും ഡോക്ടർ അവനെ നെറ്റി ചുളിച്ച് നോക്കി. സോറി, അത് പിന്നെ പെട്ടെന്ന് കേട്ടപ്പോൾ. ഓക്കെ, ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. കയറി കാണാം. ഡ്രിപ്പ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം.
പിന്നെ ആ കുട്ടിയുടെ ബോഡി വീക്കാണ്. ഇപ്പം തൽക്കാലം ടാബ്ലറ്റ് ഒന്നും എഴുതിയിട്ടില്ല. ഉടനെ തന്നെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണേ. അത്രയും പറഞ്ഞ് ഡോക്ടർ അവൻ്റെ ഷോൾഡറിലൊന്ന് തട്ടിയിട്ട് പോയതും ശിവ എന്തോ പോയി എന്തിനോ പോലും അടുത്തുള്ള ചെയറിലേക്ക്. എന്നാൽ ഡോക്ടർ പറഞ്ഞത് കേട്ട് ദാസനും ജാനകിയും സന്തോഷത്തോടെ ഉള്ളിലേക്ക് കയറിയതും ശിവയെ നിരത്തി നോക്കി ഉണ്ണിയും അവർക്ക് പിറകെ പോയി. കുറച്ചു കഴിഞ്ഞതും അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങിയതും ശിവ അവളുടെ അടുത്തേക്ക് കയറിയതും കാണുന്നത് വയറിൽ കൈവച്ച് കലങ്ങിയ കണ്ണിലൂടെ മുകളിലേക്ക് നോക്കി കിടക്കുന്ന സ്ത്രീയാണ്. ആരുടെയോ കാൽപെരുമാറ്റം കേട്ടപ്പോൾ മിഴികൾ മാറ്റിയ സ്ത്രീ കാണുന്നത് വാതിൽക്കൽ നിൽക്കുന്ന ശിവയാണ്. വാതിൽ ലോക്ക് ചെയ്ത് വരുന്ന ശിവയെ കണ്ടതും സ്ത്രീ ദേഷ്യം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. പെട്ടെന്നാണ് അവൻ്റെ നേരെ എന്തോ പറന്നു വന്നത്. ഒരു നിമിഷം അവൻ പകച്ചു പോയി. പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. എന്തിനാണ് തേണ്ടി ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ സമാധാനമായ നിങ്ങൾക്ക്? അതും പറഞ്ഞ് സ്ത്രീ വീണ്ടും കയ്യിൽ കിട്ടിയത് അവന് നേരെ എറിഞ്ഞു. സ്റ്റോപ്പ് ഇറ്റ് ശ്രീ, നിനക്ക് എന്താ ഭ്രാന്തായോ? ശിവ വേഗം സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ നിന്നും പില്ലോ വാങ്ങി വെച്ചുകൊണ്ട് ചോദിച്ചു. അതെ, എനിക്ക് ഭ്രാന്ത. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വന്നേ? സ്ത്രീ മുഖം തിരിച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടെങ്കിലും ശിവ ഒന്നും മിണ്ടാതെ അടുത്തുള്ള ചെയറിലിരുന്നു. ശ്രീ, ശിവ പതി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. എന്താ? സ്ത്രീ കൈ പിൻവലിച്ച് അവനെ നോക്കാതെ വിളി കേട്ടു. അത് പിന്നെ ഡോക്ടർ പറഞ്ഞ സത്യമാണ്. നീ? ശിവ ബാക്കി പറയാതെ അവളെ നോക്കി. അവന്റെ ചോദ്യം കേട്ടതും സ്ത്രീ അവനെ രൂക്ഷമായി നോക്കി. അല്ല, കള്ളം. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ കാണില്ലല്ലോ. ഓക്കെ, എന്റെ തെറ്റാ. നിങ്ങളെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. നീ ഇത് എന്തൊക്കെയായി പറയുന്നത്? ഞാൻ? വേണ്ട, ഒന്നും പറയണ്ട. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അന്ന് ഓഫീസിൽ എന്തോ പാർട്ടി കഴിഞ്ഞ് കുടിച്ച് ബോധമില്ലാതെ വന്ന് നിങ്ങൾ എന്നെ, പിന്നെ നിങ്ങളയച്ച ഡിവോഴ്സ് നോട്ടീസ് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. പേടിക്കണ്ട, ഞാൻ എൻ്റെ കുഞ്ഞും ഒരിക്കലും നിങ്ങൾക്കൊരു ബാധ്യതയായി ഒരവകാശവും പറഞ്ഞ് വരില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അത്രയും പറഞ്ഞ് ശ്രീ ശിവയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി വേഗം മുഖമടിച്ച് കണ്ണടച്ച് കിടന്നു. ശ്രീ പറഞ്ഞതൊക്കെ കേട്ട് ശിവ ഒന്നും മിണ്ടാതിരുന്നു. സത്യം പറഞ്ഞ ചെക്കൻ്റെ തലയിൽ ഒരു കിളി പോലും ബാക്കിയില്ലാതെ പറന്നു പോയിരുന്നു. ഇവ എന്തോ ആലോചിച്ച് അവളോട് പറയാൻ നേരത്താണ് ഒരു നഴ്സ് ആ റൂമിലേക്ക് കയറി വന്നത്. ട്രിപ്പ് തീർന്നത് കൊണ്ട് തന്നെ സ്ത്രീയുടെ കയ്യിലുള്ള ക്യാനിൽ ഊരി മാറ്റി അവർ. ശിവ ഡിസ്ചാർജ് വാങ്ങി ബില്ലടച്ച് വന്നപ്പോൾ കാണുന്നത് ദാസന്റെ ഒപ്പം പോവാൻ നിൽക്കുന്ന സ്ത്രീയാണ്. ആ ശിവ, നീ വന്നോ? മോളെ ഞങ്ങൾ കൊണ്ടുപോവാം. ദാസൻ പറഞ്ഞു കേട്ട് ശിവക്ക് വേണ്ടെന്ന് പറയണം തോന്നിയെങ്കിലും അവൾ തൻ്റെ കൂടെ വരാൻ തയ്യാറാകില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ശിവ മറുത്തൊന്നും പറഞ്ഞു. അവർ പോയതും ശിവ തിരികെ ഓഫീസിലേക്ക് തന്നെ പോയി. ഓഫീസിലെത്തിയ ശിവക്ക് എത്രയും ആലോചിച്ചിട്ടും ശിവക്ക് അങ്ങനെ ഒരു സംഭവം ഓർമ്മ കിട്ടിയിട്ടില്ല. അന്ന് ശ്രീ പറഞ്ഞതുപോലെ ഒരു പുതിയ പ്രൊജക്റ്റ് ഇടിയെ പാർട്ടി നടത്തി അന്നത്തെ സന്തോഷത്തിൽ കുടിച്ച് ബോധമില്ലാതെയാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. പക്ഷേ താൻ അവളൊന്നും ചെയ്തിട്ടില്ലെന്ന കാര്യത്തിൽ അവന് 100% ഉറപ്പായിരുന്നു. ശിവയുടെ അടുത്തേക്ക് വന്ന അരുൺ കാണുന്നത് നെറ്റി ഒഴിഞ്ഞ് കാര്യമായി എന്തോ ആലോചിച്ചിരിക്കുന്ന ശിവയാണ്. നീ എങ്ങോട്ടാണ് ആ മീറ്റിംഗ് പതിവിച്ച് ഇറങ്ങിപ്പോയത്? എന്താ കുന്തം, നിനക്കെന്താ പറ്റിയേ? ഒന്നുമില്ല. മീറ്റിംഗ് കഴിഞ്ഞോ? യെസ്. ഷാദി എന്തി? അവൻ ക്യാൻറ്റീനിലുണ്ട്. ഞാൻ ഈ ഫയൽ വെക്കാൻ വന്നതാ. നീ പോരുന്നോ? ഒരു കോഫി കുടിച്ചിട്ട് വരാം. എടാ, ഈ ഉമ്മ വെച്ചാലൊക്കെ കുട്ടികളുണ്ടാകുമോ? ക്യാൻറ്റീനിൽ നിന്ന് ടീ കുടിക്കുന്നതിനിടയിൽ എന്തോ ആലോചിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടതും കുടിച്ചിരുന്ന ചായ നെറുകയിൽ കയറി ചുമച്ചുകൊണ്ട് അരുൺ ശിവയെ നോക്കി. ഷാദിയുടെ അവസ്ഥയും മറച്ചല്ലായിരുന്നു. ശിവ, നിനക്കിത് എന്താ പറ്റിയേ? ഒന്ന് പുറത്തു പോയി വന്നപ്പോൾ നിന്റെ ഉള്ള ബോധം കൂടെ പോയോ? പിന്നെ ഉമ്മ മാത്രം വെച്ചാൽ കുട്ടികളുണ്ടാകില്ല. അരുൺ പറഞ്ഞത് കേട്ട് ഷാദി അവൻ്റെ കയ്യിലിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തു. നീ എന്തിനാണ് എന്നെ തട്ടുന്നത്? ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. അതിനൊക്കെ ഒരു പ്രോസസ്സില്ലേ? സില്ലി ബോയ്സ്, അതും അറിയില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? മിണ്ടാതിരിക്കണം നാറി. ശിവ, നീ പറ, എന്താ കാര്യം? അതൊക്കെ പോട്ടെ, നീ എങ്ങോട്ടാ പോയിരുന്നത്? അവരുടെ ചോദ്യം കേട്ടതും ശിവ ഉണ്ടായ സംഭവം മുഴുവൻ അവരോട് പറഞ്ഞു. എടാ, ഇനി അവൾ പറഞ്ഞ മാതിരി നിനക്ക് ബോധമില്ലാത്തപ്പോൾ പറ്റിപ്പോയതാണെങ്കിലോ? അതിന് നീയല്ല ഞാൻ. അതിന് ഞാനിപ്പോൾ എന്നാ ചെയ്തു? നീയല്ലോ ഒക്കെ ചെയ്തു കൂട്ടിയേ. അരുണേ, ഓ, ഞാനൊന്നും പറഞ്ഞില്ലായി. നിനക്ക് ഉറപ്പാണോ? എനിക്ക് ഉറപ്പാണ്. അവ ആ ഡോക്ടർ കള്ളം പറഞ്ഞതാകാനാണ് ചാൻസ്. ഡോക്ടർക്ക് എന്തിനാ കള്ളം പറയേണ്ട ആവശ്യം? അരുണിന്റെ ചോദ്യം കേട്ടതും രണ്ടുപേരും അതിനെക്കുറിച്ച് ചിന്തിച്ചു. എടാ ശിവ, ശ്രീ നിന്റെ ഭാര്യയാണെന്ന് പറയില്ല. എല്ലാ ഉടായ്പും അവളുടെ കയ്യിലുണ്ട്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന മുതലാണ്. അതുകൊണ്ട് ഇനി അവൾ കള്ളം പറഞ്ഞതാണെങ്കിലോ? നീ പറഞ്ഞത് ശരിയായിരുന്നേ. എനിക്കിട്ട് പണിയാൻ വേണ്ടി ഒരു അവസരം കാത് നടക്കാവിടും. നീ പറഞ്ഞതുപോലെ അവൾ ആ പ്രാങ്ക് ആക്കിയതാകാൻ സാധ്യത. എടാ, സത്യം അറിയാനേ ആ ഡോക്ടർ പോയി കുറഞ്ഞാൽ പോരെ? അത് വേണ്ട, അവളെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കും. അതെങ്ങനെ വേണമെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് ശിവ എന്തോ ആലോചിച്ച് ഉറപ്പിച്ച പോലെ പുറത്തേക്ക് പോയി.